സർവ സൃഷ്ടാവും നമ്മുടെ പരിപാലകനുമായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്താണ് ബിബ്ലിയോളജി എന്നുള്ളതാണ്. ബൈബിളിനെ കുറിച്ചുള്ള ചിട്ടയായ പഠനമാണ് ബിബ്ലിയോളജി. പാപ്പിറസ് റോളുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എന്നർത്ഥമുള്ള ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. ബൈബിൾ പുസ്തകങ്ങളുടെ പുസ്തകം എന്നും അറിയപ്പെടുന്നു. യെശയ്യാ പ്രവചനം 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. വിശുദ്ധ തിരുവെഴുത്തുകളെ സംബന്ധിക്കുന്ന അത്ഭുതകരമായ കാര്യം ഇതിൻ്റെ രചനയിലുടനീളം കാണുന്ന മഹത്തായ ഐക്യതയാണ്. 40ഓളം എഴുത്തുകാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സാധാരണക്കാർ, രാജാക്കന്മാർ, വൈദ്യന്മാർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരായിരുന്നു. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഏകദേശം 1610 വർഷക്കാലം കൊണ്ടാണ് എഴുതിയത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നിട്ടും ബൈബിൾ അത് ഒരു പൂർണ്ണ ഗ്രന്ഥമാണ്. ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരുകളിൽ 66 പുസ്തകങ്ങൾ, നമ്മുടെ സത്യവേദ പുസ്തകത്തിലുള്ള 66 പുസ്തകങ്ങളിൽ അതിൽ 2 പേരുകൾ സ്ത്രീകളുടെ പേരിലാണുള്ളത്. അത് രൂത്തും എസ്തേറുമാണ്. ബൈബിളിലെ പുസ്തകങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക പ്രചോദനത്തിൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച ആളുകളാൽ എഴുതിയതാണ്. 2 തിമോഥെയസ് 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യർ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ഇവിടെ എല്ലാ തിരുവെഴുത്തും എന്ന് പറയുമ്പോൾ ബൈബിളിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റ് തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ മറ്റ് അന്യ മതസ്ഥരുടെ ഗ്രന്ഥങ്ങളായ ഖുറാനോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ പിന്നെ വേദങ്ങളോ ഇതൊന്നും ഇതിൽ പെടുന്നില്ല. അപ്പൊ ഇത് ബൈബിളിനെ ഉദ്ദേശിച്ചു മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും, ചിലർ പറയും എല്ലാ തിരുവെഴുത്തും എന്ന് പറയുമ്പോൾ അത് എല്ലാ മതങ്ങളുടെയും തിരുവെഴുത്തുകൾ എന്നിവിടെ അർത്ഥമില്ല. ബിബ്ലിയോളജിയാണ് ഇവിടുത്തെ വിഷയം. ഇത് ബൈബിളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് ദൈവശ്വാസീയമാകയാൽ അത് ദൈവത്തിന്റെ നിശ്വാസത്തിൽ നിന്നും അത് വന്നിരിക്കുന്നു. അത് ദൈവത്തിന്റെ മനുഷ്യൻ, ഇതിന്റെ ഉദ്ദേശം പിന്നെ പറയാണ്. എന്താണ് ഈ വചനത്തിന്റെ തിരുവെഴുത്തിന്റെ ലക്ഷ്യം എന്താണ്? അത് ദൈവത്തിന്റെ മനുഷ്യർ, എല്ലാ മനുഷ്യരും ഇല്ല. ലോകമനുഷ്യരുണ്ട്, ദൈവമനുഷ്യരുണ്ട്. ലോകമനുഷ്യനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ മനുഷ്യർ, ദൈവത്തിന്റെ കൃപ ലഭിച്ചവരായ മനുഷ്യർ, അവർ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകണം. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പൊ ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും തികഞ്ഞവരാകണം, നമ്മളെല്ലാവരും സൽഗുണ പൂർണതയിലേക്ക് വളരണമെന്നത്. അത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിലും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനം ആകുന്നു. അപ്പൊ ഇതിന്റെ പ്രയോജനത്തെക്കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ദൈവ കേന്ദ്രീകൃതമായ ചരിത്ര വിവരണങ്ങൾ, സ്തുതിഗീതങ്ങൾ, പ്രാർത്ഥനകൾ, പഴഞ്ചൊല്ലുകൾ, ഉപദേശപരമായ കത്തുകൾ, ഉപമകൾ, ഉപന്യാസങ്ങൾ, കവിതകൾ, പ്രവചനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ബൈബിൾ ദൈവിക പ്രചോദനത്തിന്റെ ഒരു ഉൽപ്പന്നമാകുന്നു. സാഹിത്യം, ചരിത്രം, കല, സംസ്കാരം എന്നിവയിൽ ബൈബിളിന് വലിയ സ്വാധീനമുണ്ട്. ഞാൻ എൻ്റെ MA
ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പഠിക്കാനുള്ള ഒരു പ്രത്യേക ഒരു വിഷയമാണ് ഫിഗർ ഓഫ് സ്പീച്ച്. ഫിഗർ ഓഫ് സ്പീച്ച് അന്നൊക്കെ ഞങ്ങൾ ഈ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ ഒത്തിരി ഫിഗർ ഓഫ് സ്പീച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇതെല്ലാം ബൈബിൾ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ഫിഗർ ഓഫ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി, ഇതിലധികവും അതിന്റെ ഉത്ഭവം വിശുദ്ധ വേദപുസ്തകമാണ് എന്ന് പിന്നീട് എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ബൈബിൾ എന്നതിന് അർത്ഥവത്തായ 2 ആശയങ്ങൾ ബൈബിളിന്റെ മനോഹാരിതയെ വർണ്ണിക്കുന്നു. BIBLE എന്നുള്ള ആ ബൈബിളിന്റെ നമുക്ക് അതിനെ ഇങ്ങനെ പറയാം, ബേസിക് ഇൻസ്ട്രക്ഷൻ ബുക്ക് ഫോർ ലിവിങ് ഓൺ എർത്ത്. ഭൂമിയിൽ ജീവിക്കാനുള്ള അടിസ്ഥാന പ്രബോധന പുസ്തകമാണ് ബൈബിൾ. രണ്ടാമതായി ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിങ് ദി എർത്ത്. ഈ ഭൂമി വിടുന്നതിന് മുമ്പുള്ള നമുക്ക് അറിയേണ്ട അടിസ്ഥാന വിവരങ്ങൾ. അപ്പൊ ബൈബിളിന്റെ സ്വാധീനം ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ പ്രതിഫലിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാകുന്നു എന്നുള്ള ആശയം അത് ബൈബിൾ കേന്ദ്രീകൃതമാണ്. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങളുടെ ഭരണഘടനയുടെ അടിസ്ഥാനം, അതിന്റെ മൂല്യങ്ങളും നിയമങ്ങളും ചട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ബൈബിളിൽ നിന്നും എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ബൈബിൾ ദൈവത്തിന്റെ വചനമാണെന്ന് നമ്മൾ പൊതുവായി പറയുമ്പോൾ തന്നെ ബൈബിളിലെ എല്ലാ വാക്യങ്ങളും ദൈവത്തിൽ നിന്ന് അല്ല എന്ന് നാം മനസ്സിലാക്കണം. ബൈബിളിൽ പിശാച്, ദുരാത്മാക്കൾ, സാധാരണ മനുഷ്യർ എന്നിവർ അവരുടെ അഭിപ്രായം പറയുന്നതും ഉൾപ്പെടുന്നു. അതുകൊണ്ട് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ദൈവിക ജ്ഞാനവും പരിശുദ്ധാത്മ വിവേകവും ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നാം തെറ്റിപ്പോകും. ആര് പറഞ്ഞു, പറഞ്ഞ പശ്ചാത്തലം, അതിൻ്റെ മൂലഭാഷയിൽ അതെന്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കാതെ അതിൻ്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി നമ്മൾ ഏകപക്ഷീയമായി വ്യാഖ്യാനിക്കുമ്പോൾ അത് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് മനുഷ്യന്റെ രക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 ആശയങ്ങളാണ് സോളാ സ്ക്രിപ്ചർ. ഇംഗ്ലീഷിൽ സോളാ സ്ക്രിപ്ചർ എന്ന് പറയുമ്പോൾ അത് ആദ്യമായിട്ട് അത് പ്രസിദ്ധീകരിച്ചത് ലാറ്റിൻ ഭാഷയിലാണ്. അതുകൊണ്ട് സോളാ സ്ക്രിപ്ചൂര എന്നാണ് അത് പറയുന്നത്. ക്രിസ്തീയ നവീകരണത്തിന്റെ മഹത്തായ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് ബൈബിൾ മാത്രം എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ സോളാ സ്ക്രിപ്ചർ. സോളാ സ്ക്രിപ്ചറിൽ 5 ആശയങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആശയം സോളാ സ്ക്രിപ്ചൂറ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരുവെഴുത്തു മാത്രം ആധികാരികം. ദൈവിക വെളിപ്പെടുത്തലിലെ ഉറവിടവും വിശ്വാസത്തിന്റെ അന്തിമ അധികാരവും തിരുവെഴുത്തു മാത്രമാണ്. മനുഷ്യന്റെ രക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ സത്യങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവ് 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. അപ്പൊ ഇത് ദൈവാത്മാവാണ്. ഈ 66 പുസ്തകങ്ങള് അതിനെ കൂട്ടിവരുത്തിയത് ദൈവത്തിന്റെ ആത്മാവാണ്. അത് എഴുതിയത് പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകലതും ഈ ബൈബിളിലുണ്ട്. അതുകൊണ്ട് ബൈബിളിന്റെ പുറത്തുനിന്ന് ചില ആശയങ്ങൾ കടമെടുത്തു കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല. സോളാ സ്ക്രിപ്ചറിലെ 2ാമത്തെ ആശയമാണ് സോളി ഡിയോ ഗ്ലോറിയ, മഹത്വം ദൈവത്തിനു മാത്രം. ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാ ആരാധനയും പുകഴ്ചയും സ്തോത്രവും മഹത്വവും കൊടുക്കേണ്ടത് സത്യദൈവത്തിന് മാത്രമായിരിക്കണം. ഞാനിത് പറയുമ്പോൾ, ഇത് എല്ലാ കാര്യവും ഞാൻ പറയുമ്പോൾ അത് വചന സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് യെശയ്യാ 42:8 പറയുകയാണ്, ഞാൻ യഹോവ, അതു തന്നെ എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്.
ദൈവത്തിന് പേരുണ്ട്. പഴയ നിയമത്തിൽ യഹോവ എന്നുള്ളതാണ്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവാണ്. ആ ദൈവത്തിന്റെ മഹത്വം മറ്റൊരുത്തനും ഒരു വിഗ്രഹത്തിനും ദൈവം വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് 100 പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ. സോളാ സ്ക്രിപ്ചറിലെ മൂന്നാമത്തെ ആശയം സോളസ് ക്രിസ്റ്റസ്, ക്രിസ്തു മാത്രം ഏകരക്ഷകൻ, യേശുക്രിസ്തു മാത്രം ഏകരക്ഷകൻ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏകമധ്യസ്ഥനാണ് യേശുക്രിസ്തു. നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് അവന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും മാത്രമാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായി നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീടുപണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മുല്ലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. സോളാ സ്ക്രിപ്ചറിലെ 4-ാമത്തെ ആശയമാണ് സോളാ ഗ്രേഷ്യ, രക്ഷ കൃപയാൽ മാത്രം. രക്ഷ മനുഷ്യന് ദൈവം നൽകിയ സൗജന്യ ദാനമാണ്. ഇത് നൽകുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ്. മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. അപ്പൊ ഇതാണ് സോളാ ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ. ഈ രക്ഷ നമുക്കത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കുടുംബ പാരമ്പര്യം കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നുമല്ല, അത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നതാണ് സോളാ ഗ്രേഷ്യ. 5-ാമത്തെ ആശയം, സോളാ സ്ക്രിപ്ചറിലെ 5-ാമത്തെ ആശയം സോളാ ഫിഡെ, വിശ്വാസത്താൽ മാത്രം നീതീകരണം. മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എബ്രായർ 10:10 ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സോളാ സ്ക്രിപ്ചറിലെ 5-ാമത്തെ ആശയമാണ് രക്ഷ. അതിനടിസ്ഥാനമായിരിക്കുന്നത് വിശ്വാസമാണ്. ദൈവവചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും, അതിന് ഒത്തിരി ഇതുപോലെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒത്തിരിയധികം സവിശേഷതകളുള്ള ദൈവവചനത്തിനുണ്ട്. നമ്മളിപ്പോൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ദൈവവചനത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ്. ഒന്നാമതായി, ദൈവവചനം അഭൗമികമാണ്, അത് മാനുഷികമല്ല. ദൈവവചനം അഭൗമികമാണ്. യേശുക്രിസ്തു പറഞ്ഞു, എന്റെ രാജ്യം ലൗകികമല്ല, എന്റെ രാജ്യം ഈ ഭൂമിയിലുള്ളതല്ല. അതുപോലെ തന്നെ ദൈവവചനം അത് അഭൗമികമാണ്, അത് മാനുഷികമല്ല. 2 തിമോത്തേയസ് 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിരഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അതുപോലെ തന്നെ 2 പത്രോസ് 1:20-21 വാക്യങ്ങളിൽ തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ ഈ തിരുവെഴുത്ത് ദൈവത്തിൽ നിന്നാണ് എന്ന് വളരെ വ്യക്തമാക്കുന്ന തിരുവെഴുത്തുകളാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. രണ്ടാമതായി, ദൈവവചനം തികവുള്ളതാണ്, പൂർണ്ണമാണ്. സങ്കീർത്തനങ്ങൾ 19:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു.
യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളവ. അപ്പൊ നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ്. നാലാമതായി, ദൈവവചനത്തിലെ പ്രവചനങ്ങൾ കൃത്യമായതാണ്. സത്യപ്രവാചകന്മാരിലുള്ളത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. ഇതിനാധാരമായിട്ട് നമുക്കിപ്പോൾ 1 പത്രോസ് 1-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളവയോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് യേശുക്രിസ്തുവിന് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പോലും സത്യപ്രവാചകന്മാർ പ്രവചിച്ചത് ആരുടെ ആത്മാവിനാലായിരുന്നു? ഈ വചനങ്ങൾ വായിക്കുമ്പോൾ 1 പത്രോസ് 1:10 മുതൽ 12 വരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുന്നവർക്ക് മനസ്സിലാകാം, അത് യേശുവിന്റെ ആത്മാവിനാലാണ്. അത് യേശു ജനിക്കുന്നതിന് മുമ്പ് പോലും. അത് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ യേശു കർത്താവാണ്. അപ്പോൾ ഇവിടെ ഈ വചനത്തിന്റെ അക്ഷരാർത്ഥം, ആത്മീയാർത്ഥം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഇവിടെ എല്ലാ പ്രവാചനങ്ങളിലും എല്ലാ പ്രവാചകന്മാരും പ്രവചിക്കുന്ന എല്ലാ സത്യപ്രവാചകന്മാരിൽ കള്ളപ്രവാചകന്മാരുണ്ട്, അവരിലല്ല, സത്യപ്രവാചകന്മാരിൽ അവരുടെ പ്രവചനത്തിൽ യേശുവിന്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നുള്ളതിന് പല പേരുകളുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ആത്മാവ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടതാണ്. അഞ്ചാമതായി, ദൈവവചനം നിസ്തുല്യമാണ്. എബ്രായർ 4-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ലോകത്തിൽ ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല, ആർക്കും ഇനി എഴുതുവാൻ കഴിയുകയുമില്ല. അപ്പോൾ ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച്, ദൈവവചനം നിസ്തുല്യമാണ് എന്ന് പറയുന്നതിന്റെ അതിന്റെ അർത്ഥം ഇതാണ്. അത് ഇരുവായ്തലയുള്ള വാളുപോലെ അത് നമ്മുടെ മജ്ജമാംസകളില് ആന്തരിക അവയവങ്ങളിലേക്ക് തുളച്ചു കയറി അവിടുത്തെ ചിന്തകളെ അത് ശോധന ചെയ്യുന്ന, അപ്പൊ ഇത്രമാത്രം ശക്തിയുള്ള ഒന്ന് ഈ ദൈവവചനം പോലെ ഇത്രമാത്രം ശക്തിയുള്ള വേറെ ഒന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല, വേറെ ഒരു ഗ്രന്ഥത്തിലും കാണാൻ സാധിക്കത്തില്ല. അതാണ് ദൈവത്തിന്റെ വചനം നിസ്തുല്യമാകുന്നു എന്ന് പറയുന്നത്. ആറാമതായി, ദൈവവചനം വിശ്വസിക്കുന്നവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരിലും പ്രവർത്തിക്കുന്നില്ല, വിശ്വസിക്കുന്നവരിൽ, ഏറ്റെടുക്കുന്നവരിൽ, അനുസരിക്കുന്നവരിൽ ദൈവവചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 1 തെസ്സലോനിക്ക 2:13 ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന, വിശ്വസിച്ചവരിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്.
മർക്കോസ് 16:17 വാക്യങ്ങളിലും നമ്മൾ ഈ ആശയം അവിടെ വായിക്കുന്നുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, മാരകമായി എന്ത് കുടിച്ചാലും അവർക്കത് ഹാനിയാകത്തില്ല, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സുഖം പ്രാപിക്കും. അപ്പോൾ ഇതെല്ലാം ദൈവവചനം വിശ്വസിക്കുന്നവരിൽ പ്രവർത്തിക്കുന്നതാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഏഴാമതായി, ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന സങ്കീർത്തനങ്ങൾ 119:89 നാം വായിക്കുന്നു. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. എട്ടാമതായി, ദൈവത്തിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. ദൈവത്തിന്റെ വചനം അതിവിശുദ്ധമാകുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 119:140 വാക്യത്തിൽ നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു. അപ്പൊ അതുകൊണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഈ വചനം വായിക്കുന്നവർ, ഈ വചനം ധ്യാനിക്കുന്നവർ, ഈ വചനം പ്രമാണിക്കുന്നവർ, അവരും വിശുദ്ധിയിലേക്ക് അവരും നടത്തപ്പെടും. അതുകൊണ്ട് തന്നെയാണ് 1 പത്രോസ് 1:14 നാം വായിക്കുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി തീരുവിൻ. എട്ടാമതായി, ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർക്ക് പാപത്തിന്റെ മേൽ ജയം ലഭിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119:11 ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു ആത്മീയ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പാപം. അപ്പോൾ പാപത്തിന്റെ മേൽ നമുക്ക് ജയം ലഭിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം ബൈബിൾ പറയുന്നു, എന്റെ വചനങ്ങളെ, ദൈവത്തിന്റെ വചനങ്ങളെ ഹൃദയത്തിൽ എഴുതണം. അത് കൽപ്പലകളിലല്ല, ഹൃദയമെന്ന മാംസപ്പലകകളിൽ അത് ഉണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നമുക്ക് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തത്തുള്ളൂ. ഒമ്പതാമതായി, ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ്. എബ്രായർ 1:3 അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ, ഞാൻ വീണ്ടും വായിക്കട്ടെ, ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും. അപ്പോൾ ദൈവത്തിന്റെ വചനം ശക്തിയാണ്, അത്യന്ത ശക്തിയാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തികൾ 1:8 പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. വെറുതെ പോയി സാക്ഷികളെ, ശക്തി ലഭിച്ചിട്ട്. ദൈവവചനം ശക്തിയാണ്. പത്താമതായി, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസനീയമാണ്. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും. ആമേൻ എന്നതിന്റെ അർത്ഥം അങ്ങനെ ആകരിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയാ? 7000-ലധികം വാഗ്ദത്തങ്ങളുണ്ട് ബൈബിളില്. അപ്പോൾ ബൈബിളിൽ 7000-ലധികം വാഗ്ദത്തങ്ങൾ ഉള്ളത് ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ്. അതായത് വിശ്വസിക്കുന്നവർക്ക് നമുക്ക് അവകാശപ്പെട്ടവരാണ്. ഇതിനകത്തൊരു ദുരുപദേശം ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ചിലരൊക്കെ എന്ന് വെച്ചാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം അല്ലെങ്കിൽ ഈ മാസത്തെ വാഗ്ദത്ത വചനം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ എങ്ങനെ കൊടുക്കാറുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എത്ര വാഗ്ദത്തങ്ങളുണ്ടോ, ദൈവമകനോ മകളോ ആയിത്തീർന്ന ഒരു വ്യക്തിക്ക് അത് അവകാശപ്പെട്ടതാണ്. അതായത് ഈ വ്യക്തി തരേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണം, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. 11-മതായി, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. 1 പത്രോസ് 1:23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു തിരുവെഴുത്താണിത്. ഞാൻ ഈ രക്ഷയിലേക്ക് വരുന്നത് തന്നെ ഈ ഒരു വചനം എനിക്ക് വളരെയധികം എന്നെ ആകർഷിച്ചു. പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരികയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞത് വളരെ വാസ്തവമാണ്. കാരണം എന്നെ ആകർഷിച്ചത്, ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു തിരുവെഴുത്താണിത്. അതായത് ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. അത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ അങ്ങനെ സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നുപോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം.
അപ്പോൾ ഈ വചനം എന്നേക്കും നിലനിൽക്കുന്നു. 12-ാമതായി ദൈവവചനത്തിന്റെ ശുശ്രൂഷ വിശ്വാസമുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വചന ശുശ്രൂഷയാണ്. അപ്പോൾ വചന ശുശ്രൂഷ എന്തിനു വേണ്ടി? ഉദ്ദേശം വിശ്വാസം വ്യാപരിക്കുന്നതാണ്. റോമാലേഖനം 10:17 ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. 13-ാമതായി ദൈവവചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെടുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 19:19-20 വാക്യങ്ങളിൽ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. പ്രബലപ്പെടുക എന്ന് പറഞ്ഞാൽ ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ശുദ്രപ്രയോഗം ചെയ്തിരുന്നവര് ഈ രക്ഷ സ്വീകരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊക്കെ പൈശാചികമാണെന്ന് മനസ്സിലാക്കി അവരത് അഗ്നിക്കിരയാക്കി. അവരുടെ വിലയേറിയ പുസ്തകങ്ങളൊക്കെ അവര് അഗ്നിക്കിരയാക്കി. ഇപ്പം ഞാൻ ഈ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഹസ്തരേഖാശാസ്ത്രവും അതുപോലെ തന്നെ ജാതകങ്ങളുടെ ചില പുസ്തകവും പിന്നെ ഈ ന്യൂമറോളജി സംഖ്യാശാസ്ത്രത്തിന്റെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിരുന്നു. ആ പഠിച്ച കാര്യങ്ങൾ ഞാൻ കുറെയൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും താല്പര്യപ്പെട്ടു. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എനിക്ക് ബൈബിളിലെ ജ്ഞാനമാണ് പരിജ്ഞാനം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വെറും ചപ്പെന്നും ചവറെന്നും വേണ്ടി അതിനെയൊക്കെ ഞാനും അഗ്നിക്കിരയാക്കി. അപ്പൊ ഞാനും ചില കാര്യങ്ങളെ തീയിലിട്ട് അതിനെ കത്തിച്ചിട്ടുണ്ട്. അത് ഈ പുസ്തകങ്ങളാണ്. ഒരു കാലത്ത് വില കൊടുത്ത് വാങ്ങിയ പുസ്തകങ്ങളാണ്. കാരണം അത് ദൈവികമല്ല എന്ന് മനസ്സിലായപ്പോൾ, ദൈവികമല്ല, അതൊക്കെ സ്വർഗത്തിലേക്ക് പോകാൻ തടസ്സമാണെന്ന് മനസ്സിലായപ്പോൾ, നിത്യജീവൻ പ്രാപിക്കുവാൻ അതൊന്നുമല്ല, ഈ വചനം മതി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെയുള്ളത് പലതും ചുട്ടുകളഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 14-ാമതായി ദൈവവചനം പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. സങ്കീർത്തനങ്ങൾ 119:11 അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായം 2-4 വാക്യങ്ങളിൽ ദൂതൻ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും. അപ്പൊ ഇവിടെ പറയുകയാണ് അനുസരണത്തിനും ഉണ്ട് പ്രതിഫലം, അനുസരിക്കാതിരുന്നാലും ഉണ്ട് പ്രതിഫലം. പ്രതിഫലം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല, നമുക്കറിയാം. അവർക്ക് ശിക്ഷയ്ക്ക് വേണ്ടി ഒരു വിധിയില്ല. എന്നാൽ ന്യായവിധി ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കും. എല്ലാവർക്കും ന്യായമായ വിധിയുണ്ട്, കാരണം ദൈവം നീതിമാനാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും പ്രതിഫലമുണ്ട്. നീതിമാന്മാർക്ക് നീതിമാന്റെ പ്രതിഫലം കിട്ടും, ദുഷ്ടന്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ വിവേചിച്ചറിയണം. 15-ാമതായി ദൈവത്തിന്റെ വചനം കൈക്കൊള്ളാതെ തള്ളിക്കളയുന്നവരെ ദൈവവചനം ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും മനുഷ്യനെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെ വിധിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. ഇപ്പൊ ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ഒരാളെ വിധിക്കണമെങ്കിൽ, ജഡ്ജി വിധി പ്രസ്താവിക്കണമെങ്കിൽ അവിടെ ഒരു നിയമമുണ്ട്. ജഡ്ജിക്ക് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റത്തില്ല. ഇന്ത്യൻ പിനൽ കോഡിൽ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് വ്യക്തമായി പഠിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ന്യായവിധിയും അതുപോലെ തന്നെയായിരിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:47-48 വാക്യങ്ങൾ പറയുന്നു, എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ ന്യായം വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്ര ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. വളരെ വ്യക്തമായി പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു നേരിട്ട് സംസാരിച്ച വചനം മാത്രമല്ല, തന്റെ പ്രവാചകന്മാരിലൂടെ പുതിയ നിയമം, നമ്മളെ ന്യായം വിധിക്കുന്നത് പുതിയ നിയമമാണ്. പുതിയ നിയമത്തിലെ നമ്മൾ പ്രമാണിക്കേണ്ടതായ എല്ലാ കൽപ്പനകളും, ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ 1 കൊരിന്ത്യർ 11:4 ഒരു തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു, മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടം ഇടുക എന്നുള്ളത് മറ്റ് തർജ്ജമകളിൽ തല മൂടിക്കൊണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തലയിൽ എന്തെങ്കിലും ഇട്ടുകൊണ്ട്, തല മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ
പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെന്ന് പറയുന്ന ആരാണ്? ക്രിസ്തു. പുരുഷന്റെ തല ക്രിസ്തു, പുരുഷന്റെ തല യേശു ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ അപമാനിക്കുന്ന പരിപാടിയാണ് തല മൂടിക്കൊണ്ട് പുരുഷന്മാര് പ്രാർത്ഥിക്കുക. അതിന് പലരും ഫിലോസഫിയൊക്കെ പഠിപ്പിച്ച് അവരുടേതായ വാദങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ബൈബിൾ അത് ദൈവത്തിന്റെ വചനമാണ്, അതിന് മാറ്റമില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ന്യായം വധിക്കും. ഇന്ന് പല സഭകളിലും അനേകർ ഈ തല മൂടിക്കൊണ്ടാണ്, തലമൂടി എന്ന് പറഞ്ഞാൽ തലയിൽ തുണിയിട്ടുകൊണ്ട്, തലയിൽ തൊപ്പി വെച്ചുകൊണ്ട്, തലയിൽ കിരീടം വരെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ്? അവരെ ഈ വചനം ന്യായം വിധിക്കും. അപ്പൊ പുരുഷന്മാര് പ്രാർത്ഥിക്കുന്നതിന് വ്യവസ്ഥകളുണ്ട്. പുരുഷന്മാർ എല്ലായിടത്തും കോപവും ക്രോധവും വിട്ട്, കോപവും വാഗ്വാദവും വിട്ട് വിശുദ്ധകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ പുരുഷന്മാര് പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ ഒന്നും ഇടാൻ പാടില്ല, തല മൂടരുത് എന്ന് പറയുകയാണ്. ഇനി ഈ ആർക്കും ഒരു ഒഴികഴിവ് കൊടുക്കുന്നതായിട്ട് എവിടെയെങ്കിലും കൊടുത്തിട്ട് നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ സഹോദരിമാര്, സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ തല മൂടിക്കൊണ്ട്, പുരുഷന്മാർക്കുള്ള നേരെ വിപരീതമാണ് സ്ത്രീകൾക്ക്. സ്ത്രീകൾ തല മൂടിയിരിക്കണം. അപ്പൊ ഇതൊക്കെ അനുസരിച്ചില്ല എങ്കിൽ അവർ, കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന പോലെ, ഞാൻ നിങ്ങളോട് സംസാരിച്ച എന്റെ വചനം ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. 16 ദൈവവചനം അനുസരിക്കാത്തവർ ദൈവത്തിന്റെ വിരോധികൾ ആയിത്തീരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുകയാണ്. 1 ശമൂവേൽ 12:15 ദൈവവചനം അനുസരിക്കാത്തവർ ദൈവത്തിന്റെ വിരോധികളാണ്. 1 ശമൂവേൽ 12:15 എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരുന്നതുപോലെ നിങ്ങൾക്കും വിരോധമായി തീരും. ഇതൊരു താക്കീത് വാക്യമാണ്. പിതാക്കന്മാരോ അവരനുസരിച്ചില്ല, ആ പിതാക്കന്മാരുടെ മക്കളായി നിങ്ങളും അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണോ ഈ ദൈവത്തിന്റെ കൈ, കർത്താവിന്റെ ഭുജം എന്നാ പറയുന്നത്, കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ 53 കർത്താവിന്റെ ഭുജം, കർത്താവിന്റെ കൈ, കർത്താവിന്റെ ശക്തി ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ലഭിക്കുന്ന ഭൗമിക സമ്പത്ത് കരസ്ഥമാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുവനും ശ്രമിക്കത്തില്ല. സംഖ്യാപുസ്തകം 22:18 ബിലെയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയത്തില്ല. ബിലെയാം നല്ല പ്രവാചകനായിരുന്നു ആദ്യമൊക്കെ, പക്ഷെ പിന്നീട് അദ്ദേഹം ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയി, തോൽപ്പിക്കപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ കൃപയിൽ നിന്ന് വീണുപോയി നമുക്കറിയാം. എന്നാൽ അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നിന്ന സമയത്ത് അദ്ദേഹത്തിന് ധൈര്യത്തോടു കൂടി ദൈവാത്മ പ്രചോദിതനായി താൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്തൊക്കെ സമ്പത്തിന്റെ എനിക്ക് തന്നാലും ഞാൻ എനിക്ക് ലഭിച്ച ഈ ദൈവ വചനത്തിൽ നിന്ന്, കൽപ്പനയിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് പോയി എന്നുള്ളത് നമുക്കറിയാം. 17 ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾക്ക് വിപരീതമായി മനുഷ്യ കൽപ്പനകളോ മനുഷ്യന്റെ പാരമ്പര്യങ്ങളോ കൂട്ടുചേർത്താൽ അവർ ശപിക്കപ്പെട്ടവർ എന്ന് വചനം പറയുന്നു. ഗലാത്യ ലേഖനം 1:7 അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ഗലാത്യ ലേഖനം 1:8 എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇത് ശാപമാണ്. ഇത് തലമുറ നീണ്ടു നിൽക്കുന്ന ഒരു ശാപമാണ്. ഈ വചനത്തോടുള്ള നമ്മൾ സൂക്ഷിച്ചു വേണം. നമ്മളൊരു വചനം നമ്മൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. കാരണം നമ്മൾ ചെറിയ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ശാപമാണ് വരുന്നത്, തലമുറ നിൽക്കുന്ന ശാപമാണ് എന്നിവിടെ ദൈവത്തിന്റെ വചനം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവവചനത്തിലെ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ നിന്ന് ഒന്നുപോലും അഴിക്കുവാനോ തിരുത്തുവാനോ മനുഷ്യർക്ക് അധികാരമില്ല. സാധാരണ മനുഷ്യരാരും ബൈബിളിനോട് കൂട്ടി എഴുതുന്നില്ല. പക്ഷേ പ്രവൃത്തിയിൽ, അതായത് തിരുവെഴുത്തിലില്ലാത്ത ഒരു കാര്യവും ആത്മീയമായി ഒരു കാര്യവും നമ്മൾ ചെയ്യരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
മത്തായി സുവിശേഷം 5-19 മത്തായി സുവിശേഷം 5:19 ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്നും വിളിക്കപ്പെടും. അപ്പൊ സ്വർഗരാജ്യത്തിൽ വലിയവരുണ്ട്, ചെറിയവരുണ്ട്. വലിയവനാകണമെങ്കിൽ ഇവിടെ എന്താണ്? സ്വർഗരാജ്യത്തിൽ വലിയവനാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവവചനം പഠിക്കുക, അത് ആചരിക്കുക, പഠിപ്പിക്കുക. അങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ വലിയവരാകും. അപ്പൊ യാക്കോബ് 2:10 നാം അതേ ആശയം വായിക്കുകയാണ്. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനാകുന്നു. ഈ ഒരു വചനം ബൈബിളിലില്ലെങ്കിൽ ചിലരൊക്കെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. പക്ഷെ ഈ ഒരു വചനം ബൈബിളിൽ ഉള്ളതുകൊണ്ട് അത് പലർക്ക് ന്യായവിധി കാരണമായി തീരുകയാണ്. കാരണം നിങ്ങൾ എല്ലാ കൽപ്പനയും പ്രമാണിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ അതിൽ ഒന്നിൽ നിങ്ങൾ തെറ്റി എങ്കിൽ നിങ്ങളെ എല്ലാത്തിലും തെറ്റി. 18 മനുഷ്യർക്ക് നേരിടുന്ന ആത്മീയ പരീക്ഷകളിൽ അവർ ദൈവത്തിന്റെ വചനം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ദൈവം മനുഷ്യനെ ശോധന ചെയ്യുന്നു. ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ദൈവ മനുഷ്യനെ ശോധന ചെയ്യുന്നത്? അതായത് പ്രത്യേകിച്ച് ഇത് പഴയ നിയമ പശ്ചാത്തലത്തിലാണ്. പഴയ നിയമ പശ്ചാത്തലത്തിൽ പറയുന്നു, ആവർത്തനം 8:2 നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർത്തുകൊള്ളണം. അപ്പൊ അവിടെ ആ മരുഭൂമിയിലേക്ക് അവിടെ അവര് തേനും പാലും ഒഴുകുന്ന കാനാനിലേക്ക് വരുന്ന ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് വരാവുന്ന വഴികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പറയാണ് 40 സംവത്സരം മരുഭൂമി കൂടെ ഒരു യാത്ര. അതിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ദൈവത്തിന്. ആ ഉദ്ദേശത്തെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അതായത് തന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുക. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ദൈവം നമ്മള് രക്ഷയിലേക്ക് വന്നു, ശരിയാ, പക്ഷെ നമ്മൾ അന്ത്യത്തോളവും നമ്മൾ സഹിച്ചു നിൽക്കുമോ? അന്ത്യത്തോളവും നമ്മൾ വചനത്തിൽ നിൽക്കുമോ? 19 ദൈവകൽപ്പന അനുസരിക്കാത്തവർ ദൈവത്തിനെതിരെ മത്സരിക്കുന്നു. അവരുടെ പ്രാർത്ഥനയും പുണ്യപ്രവൃത്തികളും ദൈവം സ്വീകരിക്കുന്നില്ല. 1 ശമൂവേൽ 15:22 ശമൂവേൽ പറഞ്ഞു, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. 1 ശമൂവേൽ 15:23 മത്സരം ആഭിചാരം പോലെയും ഷാഢ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇത് ഇസ്രായേലിലെ 1ാമത്തെ രാജാവായ ശൗല്, അവന് ചെറിയൊരു കൽപ്പനയാണ് ലംഘിച്ചത്. അനുസരിച്ചു, അവനെ ഏൽപ്പിച്ചിരുന്ന കാര്യം അനുസരിച്ചു, പക്ഷെ അത് പൂർണ്ണമായിരുന്നില്ല, പൂർണ്ണമായ അനുസരണമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവന്റെ രാജ പദവി അവനെ നിന്ന് മാറ്റിക്കളഞ്ഞു. മാത്രമല്ല, അവന്റെ ഗോത്രത്തിൽ നിന്ന് പോലും ഒരു രാജാവ് തുടരുവാൻ ഇടയായില്ല. പിന്നീട് വന്നത് ദാവീദ്. ദാവീദ് ലേവിയ ഗോത്രമാണ്. ലേവിയ ഗോത്രമല്ല, അത് യേശുക്രിസ്തു യഹൂദ ഗോത്രമാണ്. യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ് യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഗോത്രമായ യഹൂദ ഗോത്രത്തിൽ നിന്നും പിന്നീട് ദാവീദും ഒക്കെ വരികയുണ്ടായി എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാണ്. 20 ദൈവകൽപ്പന അനുസരിക്കുന്നവർ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്. ദൈവകൽപ്പന അനുസരിക്കുന്നവർ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്. നമുക്ക് സംഖ്യാപുസ്തകം 15:40 നിങ്ങൾ എൻ്റെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായി തീരേണ്ടതിന് തന്നെ. ആവർത്തനം 28:9 നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. വെളിപ്പാട് 14:12 ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം.
നമ്മൾ വിശുദ്ധനാകാൻ വേണ്ടി വലിയ പുണ്യപ്രവൃത്തി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ മതി. നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ ക്രിസ്തുയേശുവിന്റെ സാക്ഷികളായാൽ മതി. അങ്ങനെയെങ്കിൽ സ്വർഗം നമ്മുടെ വിശുദ്ധിയെ മാനിക്കും. അങ്ങനെ നാം തെറ്റിലോ വഞ്ചനയിലോ വീഴാതിരിക്കുവാൻ ബൈബിളിലെ പഠിപ്പിക്കലുകളോട് കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കാതിരിക്കുകയോ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ എന്താണ് പ്രശ്നമെന്ന് വെളിപ്പാട് പുസ്തകം 22:18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനത്തിലെ വാക്കുകൾ കേൾക്കുന്ന ഏവരോടും ഞാൻ സാക്ഷ്യം പറയുന്നു, ആരെങ്കിലും ഇവയോട് ചേർത്താൽ, അതായത് കൂട്ടിച്ചേർത്താൽ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പാതകൾ ദൈവം അവനോട് ചേർക്കും. ആരെങ്കിലും ഈ പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ, ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകളിൽ നിന്ന്, ജീവപുസ്തകത്തിൽ നിന്ന്, വിശുദ്ധ നഗരത്തിൽ നിന്ന്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവയിൽ നിന്നും ദൈവം അവന്റെ ഭാഗവും എടുത്തു കളയും. അപ്പൊ ദൈവം പറയുന്ന വ്യവസ്ഥ ഇതാണ്: നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളെയും വിധിക്കപ്പെടും. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 4:6 സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിന് അപ്പുറം ഭാവിക്കാതിരിക്കാൻ, ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ട് പഠിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുവിന് പ്രതികൂലമായും ചേർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ. അപ്പൊ എഴുതിയതിനപ്പുറം പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം എഴുതി തന്നിരിക്കുന്നത്. എഴുതിയതിന് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചാൽ അവിടെ എല്ലാം തെറ്റിപ്പോകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവമക്കൾ ദൈവവചനം പൂർണ്ണമായി അനുസരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലായി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 10:12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ, ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? അതുപോലെ തന്നെ ആവർത്തനം 4:2 വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. യഹൂദന്മാർ മോശയുടെ ന്യായപ്രമാണത്തെ എതിർക്കുകയോ അനുസരിക്കാതിരിക്കുകയോ കള്ളപ്രവചനങ്ങൾ നടത്തുകയോ ചെയ്യുന്നവർ മരിക്കണം എന്നായിരുന്നു ന്യായപ്രമാണത്തിലെ വ്യവസ്ഥ. നാം അത് വായിക്കുന്നത് യോശുവ 1:18 ആരെങ്കിലും നിന്റെ കൽപ്പന മറുക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം. ഉറപ്പും ധൈര്യവുമുള്ളവരായി മാത്രം ഇരുന്നാലും എന്ന ഉത്തരം പറഞ്ഞു. അതുപോലെ തന്നെ ആവർത്തനം 18:20 എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. പഴയ നിയമത്തിൽ കൽപ്പന പ്രമാണിക്കാതിരുന്നാൽ, ദൈവത്തിന്റെ കൽപ്പന അതുപോലെ പ്രമാണിക്കാതിരുന്നാൽ, അതുപോലെ തന്നെ ഒരു പ്രവാചകൻ കള്ളപ്രവചനം നടത്തിയാൽ അവൻ മരിക്കണം, മരണശിക്ഷ കൊടുക്കണം എന്നുള്ളതായിരുന്നു അവിടുത്തെ നിയമം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പാപത്തിന് പല നിർവചനങ്ങൾ ബൈബിളിൽ ഉണ്ടെങ്കിലും പ്രധാനമായും ദൈവകൽപ്പന ലംഘിക്കുന്നതാണ് പാപം എന്ന് നാം വായിക്കുന്നു. 1 ശമൂവേൽ 15:24 ശൗൽ ശമൂവേലിനോട്, ശൗൽ രാജാവാണ്, ശമൂവേൽ പ്രവാചകനാണ്. അപ്പൊ ആ ശമൂവേലിനോട് പറഞ്ഞതാണ്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നത്, പ്രവാചകന്റെ വാക്കനുസരിക്കാതിരിക്കുന്നതാണ് പാപം. ശൗലിന് ജനത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല, ജനമാണ് രാജാവിനെ ഭയപ്പെടേണ്ടത്. പക്ഷെ ഇവിടെ ശൗല് പറയുവാണ്, ഒരു ഒഴികഴിവാണ് പറയുന്നത്. ശൗല് പറയുന്നത്, ജനത്തെ ഭയപ്പെട്ടു
അപ്പോൾ അവരുടെ വാക്കനുസരിക്കാൻ. അപ്പോൾ നമ്മളെ എല്ലാവരും മനുഷ്യർ പൊതുവേ ഉള്ളതാണ്, തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കില്ല. എല്ലാവരും അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ അവർ അംഗീകരിക്കില്ല, അവരെ സോറി പറയില്ല. ചിലരാണെങ്കിൽ എല്ലാത്തിനും വേണ്ടാത്ത കാര്യത്തിനൊക്കെ സോറി പറയുന്നവരുണ്ട് കേട്ടോ. എല്ലാത്തിനും പല ടൈപ്പാണ്. ചിലര് എല്ലാ കാര്യത്തിനും കയറി സോറി പറയും. ചിലരാണെങ്കിൽ അവരെ ഒന്നും ന്യായീകരിച്ചു കൊടുക്കത്തില്ല. ആ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ദൈവാനുഗ്രഹവും അനുസരിക്കാത്തവർക്ക് ശാപവും ഉണ്ടാകുന്നുവെന്ന് ആവർത്തനം 11:27 നാം വായിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും. അതുപോലെ തന്നെ ആവർത്തനം 11:28 നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. അപ്പൊ ദൈവകൽപ്പന പ്രമാണിക്കാത്തവർക്ക് ശാപമായി വരുന്ന ശാപങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ്, അത് സൗഖ്യമാകില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സൗഖ്യമാകാത്ത രോഗങ്ങൾ, ഭ്രാന്ത്, അന്ധത, ചിത്തഭ്രമം, അപ്പൊ ഇതൊക്കെ ഉണ്ടാകാം എന്ന് ഞാൻ പറയുകയല്ല, ദൈവം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 28:15 നമുക്ക് വ്യക്തമായി വായിക്കാം. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. അതിന്റെ ആവർത്തനം 28, 27, 29 വാക്യങ്ങളിൽ അത് ആ ശാപങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുകയാണ്. പരുക്കൾ, മൂലവ്യാധി, ചൊറി, ചിരങ്ങ് എന്നിവയാൽ ബാധിക്കും. അവ സൗഖ്യമാകുകയുമില്ല. എത്ര മരുന്ന് കഴിച്ചാലും സൗഖ്യമാകത്തില്ല. ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. പിശാചല്ല ബാധിക്കുന്നത്. ഇത് ദൈവം ബാധിക്കും എന്ന് പറയുന്നത്. ദൈവം ബാധിക്കും. അപ്പോ കുരുടർ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ നീ ഉച്ച സമയത്ത് തപ്പി നടക്കും. നട്ടുച്ചയാണ്. അതാണ് നട്ടുഭ്രാന്ത് എന്ന് പറയുന്ന ഭ്രാന്താണ് ഇത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന ഭ്രാന്ത് എന്ന് പറയുന്നില്ലേ. അപ്പൊ അതുപോലെ നീ പോകുന്നിടത്തെങ്ങും നിനക്ക് ഗുണം വരത്തില്ല. എന്ത് ചെയ്താലും എന്തൊക്കെ ചെയ്താലും അതൊന്നും ഒരു അനുഗ്രഹമായി തീരത്തില്ല. നീ എപ്പോഴും പീഡിതനും അപഹാരകനും ആയിരിക്കും. നിന്നെ രക്ഷിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ഒരു സഹായം ഒരിടത്ത് കിട്ടത്തില്ല. എന്താ കാര്യം എന്നറിയാവോ? ദൈവകൽപ്പന അനുസരിക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തവർക്കാണ് ഈ ശാപങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കിന്ന് ആവശ്യം സഭാ സംഘടന, രാഷ്ട്രീയ സ്പിരിറ്റ് അല്ല. ബൈബിളിലെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ സ്പിരിറ്റാണ് നമുക്ക്. അത് ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവാണ്. റോമാ ലേഖനം 8-9 വാക്യങ്ങളിൽ 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ നമ്മളിൽ ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകമാണ്. അതൊരു അനുഭവമാണ്. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്ന അനുഭവമാണ്, നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അനുഭവം പ്രാപിച്ചവർ അനേകരുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്രോസ് അപ്പസ്തോലന്റെ ലേഖനത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യവും പൗലോസ് അപ്പസ്തോലൻ അതിന് പറയുന്ന ഉത്തരവും നമുക്കിവിടെ വായിക്കാം. അതായത് ചോദ്യം ഇങ്ങനെയാണ്. 1 പത്രോസ് 4:17 ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ന്യായവിധി അത് ദൈവഗൃഹത്തിൽ, അതായത് ദൈവസഭയിലാണ് ഇത് ആരംഭിക്കുന്നത്. അത് ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മിൽ തുടങ്ങിയാൽ, അതായത് ദൈവമക്കളിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താവും? ഇതൊരു ചോദ്യമാണ്, ഒരു ചോദ്യവചനമാണ്. ഈ ദൈവവചനം അനുസരിക്കാത്തവരുടെ അവസാനം എന്താവും എന്ന് ചോദിച്ചിട്ട് ബൈബിളിൽ തന്നെ പരിശുദ്ധാത്മാവ് അതിന് ഉത്തരം നൽകുകയാണ്. ഉത്തരം എവിടെയാണ്? 2 തെസലോനിക്ക 1:10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പൊ ഇവിടെ ചോദ്യവും ഉത്തരവും പൂർണ്ണമാകുകയാണ്. അതുപോലെ തന്നെ നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും അതിലെ 14-ാമത്തെ വാക്യവും കൂടെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷം
1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും അതിന്റെ 14-ാം വാക്യവും കൂടെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇനി അതിന്റെ 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നതിന്റെ അർത്ഥം യേശു നിത്യനാണെന്നും സൃഷ്ടിക്ക് മുമ്പ് തന്നെ യേശു ഉണ്ടായിരുന്നു എന്നതും അർത്ഥമാക്കുന്നു. വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് യേശുവിന്റെ ദൈവത്തോടുള്ള അടുത്ത ബന്ധം സൂചിപ്പിക്കുന്നു. വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് യേശു സ്വയം ദൈവമാണ് എന്നതിനെ വ്യക്തമാക്കുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൃഷ്ടി മുഴുവനും യേശുക്രിസ്തു മുഖാന്തരം ഉണ്ടായതാണെന്ന് വ്യക്തമാക്കുന്നു. സൃഷ്ടി മുഴുവനും യേശുക്രിസ്തു, അതായത് നമ്മൾ ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് പഴയ നിയമത്തിലാണ്, ഉൽപ്പത്തിയിൽ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സൃഷ്ടികർമ്മം നടത്തിയത് യേശു കർത്താവാണെന്ന് അവിടെ പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം പിതാവും പുത്രനും ഒന്നാകുന്നു. അതാണ് യേശു കർത്താവ്, ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ഇനി വചനം ജഡമായി തീർന്നു എന്നത് ദൈവവചനം മനുഷ്യരൂപം എടുത്തു വന്നതിന്റെ സൂചനയാണ്. അപ്പോൾ ദൈവമായ യേശു മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ജീവിച്ചു. ഇത് ദൈവത്തിന്റെ തേജസ്സാണ് എന്ന് വിശ്വാസികൾ കണ്ടു. ഇനി ഇതുമായിട്ട് ഒരു ഇണവാക്യം വേണമല്ലോ. കാരണം നമ്മൾ ആദ്യം വായിച്ചപ്പോൾ യെശയ്യാവ് 34:16 വായിച്ചത് ഒന്നിനും ഇണയില്ലാതിരിക്കത്തില്ല. ബൈബിളിൽ ഒരു വാക്യം എടുത്താൽ ഒന്നിനും ഇണവാക്യം ഇല്ലാതിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യേശുവിന്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വാക്യം കൂടി പറയുകയാണ്. ഫിലിപ്പിയർ 2-ാം അധ്യായം, ഫിലിപ്പിയർ 2:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവൻ രൂപത്തിലിരിക്കെ, അവൻ യേശു കർത്താവ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വമുള്ളവനാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് ദാസ്യ രൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ വാഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ പിതാവിന് സകലത്തിലും അനുസരണയുള്ളവനായി തീർന്നതുപോലെ നമ്മൾ ഒരു സത്യപ്രവാചകനെങ്കിൽ, നമ്മൾ ഒരു സത്യവിശ്വാസിയെങ്കിൽ എല്ലാവർക്കും നമ്മൾ കീഴ്പ്പെട്ടിരിക്കും. അപ്പൊ നമുക്ക് വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിനെ വിലമതിക്കാം. അതിലെ വാക്കുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ നയിക്കട്ടെ. നമുക്ക് അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ബൊരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നു, അവർ ദൈവത്തിന്റെ വചനം, പൗലോസ് പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെയോ എന്ന് അവർ എല്ലാ ദിവസവും തിരുവെഴുത്തുകളെ ശോധന ചെയ്തിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അത് അങ്ങനെ കേൾക്കാതെ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ തന്നെയോ എന്ന് വായിച്ച് പഠിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രൈസ് ഗോഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ബൈബിളിന്റെ കേന്ദ്രബിന്ദു യേശു കർത്താവാണ്. നമ്മൾ യേശുവിനെ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റുപറയുമ്പോൾ രക്ഷയുടെ 1-ാമത്തെ പടിയായി. പിന്നീട് നാം പാപങ്ങളെ കുറിച്ച്, നമ്മൾ ചെയ്തു പോയ അനവധിയായിട്ടുള്ള പാപങ്ങളുണ്ട്. കാരണം നമ്മളെല്ലാവരും ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ മനുഷ്യരും പാപത്തിലാണ് നമ്മുടെ അമ്മ നമ്മെ ഗർഭം ധരിച്ചത്. ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് സങ്കീർത്തകൻ അങ്ങനെ വിലപിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് നമ്മൾക്ക് മോചനം വേണമെങ്കിൽ, സ്വാതന്ത്ര്യം വേണമെങ്കിൽ, അത് അങ്ങനെ നിങ്ങൾ സ്വതന്ത്രരാകണമെന്ന്, നിങ്ങൾ ആർക്കും അടിമയാകരുത് എന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആർക്കും അടിമയാകരുത്, അടിമനൂഹത്തിൽ കുടുങ്ങരുത് എന്ന് അപ്പസ്തലനായ പൗലോസ് പറയാം. അടിമനൂഹത്തിൽ കുടുങ്ങരുത്. അപ്പോൾ ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ക്രിസ്തു യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്രേ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ നിത്യത ലഭിക്കാൻ ഒരേ ഒരു വഴി, നമ്മുടെ പാപങ്ങളെക്കുറിച്ച്
പശ്ചാത്തപിക്കുകയും ദുഃഖിക്കുകയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നാൽ അത് സത്യത്തിന്റെ ആത്മാവാണ്, സകല സത്യത്തിൽ നമ്മെ വഴി നടത്തും. യേശു കർത്താവ് പറഞ്ഞത്, പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തണമെങ്കിൽ നമ്മൾ വചനം പഠിക്കണം. ബിബ്ലിയോളജി എന്നുള്ള ഒരാശയമാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. ബിബ്ലിയോളജി, അതായത് എന്താണ് വിശുദ്ധ വേദപുസ്തകം. ഈ ബിബ്ലിയോളജി മനസ്സിലാകാത്ത ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ബൈബിൾ മാത്രമാണ് രക്ഷയ്ക്ക് അടിസ്ഥാനം എന്ന് പറഞ്ഞ ആശയം അംഗീകരിക്കാത്ത ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അയാൾ ഒന്നും അംഗീകരിക്കില്ല. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മൾ ജയാളികളായി തീരുവാൻ ദൈവം നമ്മെ തന്റെ വചനത്താൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ.